ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഈ ഒരു പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മീനിങ് ഓഫ് ഫണ്ട്, എന്താണ് ഫണ്ട് എന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ, എന്താണ് ഫണ്ട് ഫ്ലോ എന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഡിസ്കസ് ചെയ്യും. ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ, പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് ലേൺ ചെയ്യാം. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് മീനിങ് ഓഫ് ഫണ്ടാണ്. എന്താണ് ഫണ്ട് എന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. In the context of fund flow statement, the term fund means working capital. നമുക്കറിയാം, പൊതുവേ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫണ്ട്, അല്ലേ? ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഓർമ്മ വരുന്നത് ക്യാഷ് എന്നാണ്. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റിൽ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പറയുമ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ. സോ എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ കറണ്ട് അസറ്റ് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ, ഒരു ഫേമിന് കറണ്ട് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ കറണ്ട് അസറ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഓർ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണിത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടേം അസറ്റിൽ നിന്ന് ഷോർട്ട് ടേം ലയബിലിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്ന തുകയാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. ഓർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെയും പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇപ്പോൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? മീനിങ് ഓഫ് ഫണ്ട്, എന്താണ് ഫണ്ട് എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ. എന്താണ് ഫണ്ട് ഫ്ലോ എന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഫ്ലോ മീൻസ് ചേഞ്ച്, ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച്, മാറ്റം എന്നാണ് അർത്ഥം. ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കി വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദസ് ഫണ്ട് ഫ്ലോ മീൻസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ട് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ട് ഫ്ലോ എന്ന് വിളിക്കുന്നത്. സോ ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നും ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. സോ ഫണ്ട് ഫ്ലോ മീൻസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ദ ഫ്ലോ ഓർ മൂവ്മെൻറ്റ് മേ ബി ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ച് എന്താവാം? ഒന്നല്ലെങ്കിൽ ഇൻഫ്ലോ ആവാം, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആവാം. സോ ഫണ്ട് ഫ്ലോ എന്താവാം? അത് ഇൻഫ്ലോ ആവാം, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആവാം. എന്താ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദ ഇൻഫ്ലോ ഓഫ് ഫണ്ട് ഈസ് കാൾഡ് സോഴ്സസ് ഓഫ് ഫണ്ട്. ഇൻഫ്ലോ ഫണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫ്ലോ ഫണ്ട് എന്ന് പറയാം. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സസ് ഓഫ് ഫണ്ട്. സോ ഒരു ബിസിനസ്സിന് ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഫണ്ട് കിട്ടിയത്, ഫണ്ടിൻ്റെ ഇൻഫ്ലോ ഉണ്ടായത്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോഴ്സസ് ഓഫ് ഫണ്ട്. ആൻഡ് ദ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഈസ് നോൺ ആസ് യൂസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നമ്മൾ ഔട്ട്ഫ്ലോ ഫണ്ടിനെ, ബിസിനസ്സിൽ നിന്ന് ഫണ്ട് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്താണ് ഫണ്ട് ഫ്ലോ എന്ന് ഡിസ്കസ് ചെയ്തു.
ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ചും ഫണ്ട് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലൊക്കെ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഫണ്ട് ഫ്ലോ എന്താവാം? ഇൻഫ്ലോ ആവാം, ഔട്ട്ഫ്ലോ ആവാം. ഇൻഫ്ലോ ഫണ്ടിനെ നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട് എന്നും ഔട്ട്ഫ്ലോ ഫണ്ടിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നും വിളിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മീനിങ് ഓഫ് ഫണ്ടും അതുപോലെ മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്? മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ യൂണിറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണല്ലോ. സോ നമുക്കിനി നമ്മൾ പഠിക്കാൻ പോവാണ് എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. നമുക്ക് നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ സോഴ്സസ് ഫ്രം വിച്ച് ഫണ്ട്സ് വെർ ഒബ്റ്റെയിൻഡ് ആൻഡ് ഹൗ ദീസ് ഫണ്ട്സ് വെർ യൂസ്ഡ്. ഓക്കെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് എന്താ ഷോ ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട്സ് വെർ ഒബ്റ്റെയിൻഡ് ആൻഡ് ഹൗ ദീസ് ഫണ്ട്സ് വെർ യൂസ്ഡ്. ഒരു ഫേമിന് ഏതൊക്കെ രീതിയിലൂടെയാണ് ഫണ്ട് ലഭിച്ചിട്ടുള്ളത്, ആ ലഭിച്ചിട്ടുള്ള ഫണ്ട് ഏതൊക്കെ രീതിയിലൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കാണിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫേമിന് ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് നടത്തിയപ്പോഴാണ് ഫണ്ട് ഉണ്ടായിട്ടുള്ളത്, ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് ഏതൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെന്താ പറയുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ ചേഞ്ച് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഒരു ഫേമിൻ്റെ ഒരു 2 ഫിനാൻഷ്യൽ ഇയറിലുള്ള ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ വന്ന കീ ചേഞ്ചസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? റിവീൽ ചെയ്യും. ഇറ്റ് എക്സ്പ്ലെയിൻസ് റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 2 ഡേറ്റിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ച്, കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലൊക്കെ വരുന്ന ചേഞ്ച്, അതിൻ്റെ റീസണ്, ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരാനുള്ള റീസണൊക്കെ എന്ത് ചെയ്യും? ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റിവീൽ ചെയ്യും. സോ ഒരു ഫേം ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെയാണ് ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് ഏതൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, ആ ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന കീ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ? അങ്ങനെ മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ എന്താ? ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദ പീരിയഡ്. ഒരു ഫേമിൻ്റെ ഒരു പെർട്ടിക്കുലർ പീരിയഡിലെ വർക്കിംഗ് ക്യാപിറ്റലിൽ കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും വന്ന ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാടാ? ഒരു ഫേമിൻ്റെ ഒരു പർട്ടിക്കുലർ പീരിയഡിലെ വർക്കിംഗ് ക്യാപിറ്റലിൽ വന്ന ചേഞ്ച് മനസ്സിലാക്കുക. നോക്കിയ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താ? ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഓഫ് ദ ഫേം. നമ്മുടെ ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ, നമ്മുടെ ഫേമിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്? നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന്, ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ വർക്കിംഗ് ക്യാപിറ്റൽ, ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിനുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് തേർഡ് വൺ, ടു അസസ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഫേം. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഫോർത്ത് വൺ, ടു ആൻറ്റിസിപ്പേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. നമ്മുടെ ബിസിനസ്സിന് ഈ ഭാവിയിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും? ഇപ്പം നിലവിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പിന്നെ സ്യൂട്ടബിൾ ആണോ? നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പര്യാപ്തമാണോ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ആണല്ലേ. നമ്മുടെ ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും, ഫ്യൂച്ചറിൽ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും, അതൊക്കെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ.
അങ്ങനെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നോക്കി, ഒന്നാമത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റ്സിലും ലാബിലിറ്റീസിലും വരുന്ന ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫേമിൻ്റെ അസറ്റ്സിലും ലാബിലിറ്റീസിലും വരുന്ന ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈനാമിക് സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ഡൈനാമിക് സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ബാലൻസ് ഷീറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ആ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫേമിൻ്റെ അസറ്റ്സും ലാബിലിറ്റീസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ബാലൻസ് ഷീറ്റ്. ഒരു ഫേമിൻ്റെ പെർട്ടിക്കുലർ ഡേറ്റിലെ, ഒരു പ്രത്യേക ദിവസത്തിലെ ആ ഫേമിൻ്റെ അസറ്റ്സ് എത്രയാണ്, ലാബിലിറ്റീസ് എത്രയാണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെ നമുക്ക് എന്ത് പറയാടാ, സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡൈനാമിക് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താണ്, ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിഫറൻസ് നോക്കാം. ഫണ്ട് ഫ്ലോയിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ സോഴ്സസ് ആൻഡ് യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ഒരു ഫേം ഏതൊക്കെ ആക്ടിവിറ്റീസിലൂടെ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് ഏതൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്, ഇതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം, ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ വന്ന ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റോ, ബാലൻസ് ഷീറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം അറ്റ് എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്ത് പ്രിപ്പയർ ചെയ്യടാ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് എൻ അക്കൗണ്ടിങ് പീരിയഡ്. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം പൊതുവെ പ്രിപ്പയർ ചെയ്യാറുള്ളത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ, അധികം അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഫോർത്ത് ഡിഫറൻസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ലീഗലി കമ്പൽസറി ടു പ്രിപ്പയർ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ലീഗലി നിർബന്ധമല്ല, നിയമപരമായിട്ട് നിർബന്ധമല്ല. എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതോ, ഇറ്റ് ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ അണ്ടർ കമ്പനീസ് ആക്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നില്ല, ബാലൻസ് ഷീറ്റ് എന്നാൽ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. സോ ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? എന്താണ് ഫണ്ട് എന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോണ്ടക്സ്റ്റിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ മീനിങ് ഓഫ് ഫണ്ട്, എന്താണ് ഫണ്ട് എന്ന് പഠിച്ചു, ഫണ്ട് ഫ്ലോ എന്ന് പഠിച്ചു. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ എന്ന് പറയാം. അത് ഇൻഫ്ലോ ആവാം, അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ ആവാം. പിന്നെ നമ്മൾ മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 4 ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസും ഡിസ്കസ് ചെയ്തു. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.